Yo, what is up? സുഖാണോ എല്ലാവർക്കും? നമ്മളെ ഷോ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കാത്തലൻ്റെ ഷോ ഇനി ആകെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അടുത്ത ആഴ്ച ലാസ്റ്റ് ആണ് ഷോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് തിങ്സൊക്കെയാണ് ഇന്ന് എനിക്ക് കാണിക്കാനുള്ളത്. ഏതൊക്കെ രീതിയിലാണ് എൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്, ആ തിങ്സൊക്കെയാണ് നടക്കാനുള്ളത്. ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. ആകെ സമയം എന്താ 9 മണിയായിട്ടുള്ളൂ. കാണിച്ചു തരാം. 9 മണിയായിട്ടുള്ളൂ. അതിന് മുന്നേ തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഇന്നലെ ലൈറ്റായിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. വർക്കൗട്ട് എനിക്ക് ബാക്കിനായിരുന്നു വർക്കൗട്ട് ഉണ്ടായിരുന്നത്. ലൈറ്റായിട്ട് തന്നെ റോ ചെയ്തത്. പക്ഷെ കുറച്ചൊന്ന് വെയിറ്റ് കുറച്ച് ലേശർ വെയിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വെയിറ്റിൽ എന്തോ എവിടെയോ ഒരു റെസ്റ്റിനൊരു ചെറിയൊരു തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത വർക്കൗട്ട് റോപ്പ് വെച്ചിട്ട് ചെയ്യാൻ പോയ സമയത്ത് കൈ ഒന്ന് ചെറുതായിട്ടൊരു വേദന കൂടി. അത് കഴിഞ്ഞതും വേദന ഇങ്ങനെ വരാൻ തുടങ്ങി. വന്ന് ഞാൻ ഇന്നലെ ഒന്ന് ഐസ് ഇട്ട് മൂവ് പറ്റി വേഗം ക്രീം ബാൻഡ് കെട്ടി കടന്ന് രാവിലെ ആകുമ്പോഴേക്ക് വേദന ഇങ്ങനെ ഇത്. പക്ഷെ ഇതൊന്നുമില്ല, ഇവിടെയാണ് പറ്റിയിട്ടുള്ളത്. വീക്കം വന്നിട്ടൊന്നുമില്ല, ഓൾ നോർമൽ. വീക്കം വന്നിട്ടുണ്ടെങ്കിൽ തീർന്നേനെ, പക്ഷെ വീക്കം വന്നിട്ടില്ല. എന്തായാലും ഒരു മെഡിസിൻ ഡോളോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിനും പിന്നെ സെറോഡോൾ TH4 മാക്സ് പറഞ്ഞിട്ടുള്ള മെഡും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തേക്ക്. നോർമലി 2 വീക്കിലേക്കാണ് പറയുക. പക്ഷെ നല്ല ആഴത്തിൽ പണി കിട്ടി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കോമ്പറ്റീഷനാണ്. റിസ്റ്റിനൊരു വേദനയും. ഈ വേദന കൂടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വർക്കൗട്ട് നടക്കൂല. കാരണം എല്ലാത്തിനും മോസ്റ്റ് ഓഫ് ദ വർക്കൗട്ടിനും കൈ വേണം. അതും എൻ്റെ റൈറ്റ് ഹാൻഡിലാണ് പറ്റിയിട്ടുള്ള എല്ലാ പരിപാടിക്കും റൈറ്റ് ഹാൻഡ് വേണം. പക്ഷെ അത് പോട്ടെ. പക്ഷെ കോമ്പറ്റീഷന് ആകെ ഒരു ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം കയ്യിലാണ്. ഓക്കെ, വാട്ട് എവർ. എന്തായാലും മരുന്ന് കുടിച്ച് കഴിഞ്ഞാൽ മാറേണ്ടതാണ്. മാറാണ്ട് നിൽക്കൂലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തിങ് നമുക്ക് ചെയ്യാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. സോ വി ഗോണ മേക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ 9 മണിയല്ലേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഓട്ട്മീൽ ഉണ്ടാക്കണം. ഓട്സ് ഞാൻ മ്യൂസ്ലി കഴിക്കൽ. മ്യൂസ്ലി 50 ഗ്രാം, മോസ്റ്റ്ലി അല്ല, മ്യൂസ്ലി 50 ഗ്രാം. അതിൻ്റെ കൂടെ ഒരു 150 ml മിൽക്ക് പ്ലസ് 1 സ്കൂപ്പ് വേ. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ അത് നമുക്ക് മേക്ക് ചെയ്യണം. കാരണം നെക്സ്റ്റ് വീക്ക് മുതൽ ഓട്സ് കട്ട് ചെയ്യണം, ഫൈബർ കട്ട് ചെയ്യണം. ലാസ്റ്റ് ഡേയ്സിലേക്ക് ഫൈബർ കട്ട് ചെയ്യണം. ഓട്സിലൊക്കെ നല്ല ഫൈബർ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഓട്ട്മീൽ പ്രിപ്പയർ ചെയ്യാം. സോ അതാണ് മെയിൽ നമ്പർ 1. ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്. ഇന്നത്തെ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും നമുക്ക് ഫസ്റ്റ് മെയിൽ വെച്ച് തുടങ്ങാം. ഓക്കെ, യെസ്, ഫ്രഷ്. ഇത് 150 ആവട്ടെ. 150. എന്തിനാണ് കണക്ക് കൂട്ടുന്നത് ഇതൊക്കെ എന്നുള്ള ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഇന്നത്തെ എത്ര കഴിച്ചു, എത്ര മാക്രോസ് കാലറിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കണക്കാക്കി കഴിക്കുന്നില്ലേ. നമുക്ക് എത്രയും കഴിക്കാണ്. കാരണം കണക്കാക്കി കഴിച്ചാലേ
നമുക്ക് എത്ര കഴിച്ച് ഇന്നത്തെ എത്ര കാരണം ഇപ്പോൾ രാവിലെ കുറച്ച് കൂടുതൽ കഴിച്ച് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് രാത്രിത്തേക്ക് കുറയ്ക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടി അത് നമുക്ക് ബുദ്ധിമുട്ടാവും. കാരണം ലാസ്റ്റ് വീക്സിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്യണം. ലാസ്റ്റ് 2 വീക്സ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിരിക്കണം ഡയറ്റിൽ. ഇപ്പോൾ 50 ഗ്രാമാണ് ഓട്സ് 50 ഗ്രാമാണുള്ളത്. ഇതിലേക്ക് വയ്ക്കാം. ഉണ്ടോ? ഇത് കയ്യൊക്കെ വേണ്ടത് നേരെ കഴുകാം. ഒരു കുറച്ച് ഗ്ലാസ് വെള്ളം മതി. പിന്നെ ബാക്കി നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊണ്ടുവയ്ക്കണം. ഇല്ലെങ്കിൽ ഇവയെ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. കട്ട പിടിച്ചിട്ടില്ല ഇതുവരെ. കാരണം ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അങ്ങനെയാണ്. ഈ തണുത്ത വെള്ളത്തിൽ കുറുക്കിട്ടിട്ട് ഒന്ന് ഇതായതിൻ്റെ ശേഷം വേണം ഈ പാലിലേക്ക് ഇടാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറുക്കും രണ്ട് വ്യത്യാസമുണ്ട്. എന്നാലും പൊടിയല്ലേ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഓട്സ്. കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചെറിയൊരു ടേസ്റ്റ്. ആകെ എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ കുറച്ച് ടേസ്റ്റ് ഉള്ളത് ഈ സാധനം മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഇതിനേക്കാളൊക്കെ ഇത്രയും നല്ലതാണ് നല്ല ദോശയും പൊറാട്ടയും ബീഫും ചപ്പാത്തിയും ചമ്മന്തിയും പനീറും ഒക്കെ. പക്ഷേ വേറെ വഴിയില്ല, 2 ആഴ്ച ഉള്ളൂ, ഇത് കഴിച്ചേ പറ്റൂ. ഇത് കഴിക്കാൻ പോയി. സോ ഇപ്പം 9:45. ഇത് ഉണ്ടാക്കാൻ വലിയ ടൈമൊന്നുമില്ലല്ലോ. നമ്മൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്തു, അതൊന്ന് ചൂടാക്കുന്നു, അത്രേ ഉള്ളൂ. ആകെ ഒരു 5 മിനിറ്റിനുള്ളിൽ തീരുന്ന പരിപാടി. അതുകൊണ്ട് എനിക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ, എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പം ഈ ഒരു ടൈമിൽ രുചിക്കുറവ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഓക്കെയാണ്. കുറച്ചേരം കൂടി വെക്കണേന്, പക്ഷെ കുഴപ്പമില്ല. കാരണം ഞാൻ കുറച്ചൊന്ന് തിളയ്ക്കുന്ന ആ ഒരു ഇത് വരുന്നവരെ വെക്കും. കാരണം ഓട്സ് അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അതായത് ഇത് കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് മീൽ തീർത്തിട്ട് വരാം. ഓക്കെ, ബൈ. സോ മീൽ 2 ആണ്. ഇതാണ് നമ്മളെ മീൽ 2. ഇത് ഓൾമോസ്റ്റ് 2 കിലോ ഉണ്ട്. ഇപ്പോൾ മേടിച്ചുകൊണ്ടുവന്നത് ക്ലീൻ ആക്കണം. അങ്ങനെ ഇട്ടതാണ്. ഇനി ക്ലീൻ ആക്കുന്ന പരിപാടിയാണ്. ഓക്കെ, ക്ലീൻ ആക്കാം. അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഫാറ്റൊക്കെ കട്ട് ചെയ്ത് കളയലാണ് പണി. അത് കാരണം ഫാറ്റ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പരിപാടി തൽക്കാലത്തേക്ക് ഇതിപ്പോൾ ക്ലീൻ ആക്കണം. അപ്പോഴത്തേക്കും എനിക്ക് ഉച്ചക്കത്തേക്കുള്ള മീൽ റെഡിയാക്കാം. വെയിറ്റ് ഇടാം. 0 അതിൻ്റെ ശേഷം ഇത് ഞെക്കുക. കാരണം ഇത് ഗ്രാമിലാണുള്ളത്. അത് വേണ്ട ചിക്കൻ മാത്രം. 150 ആണ് ഞാൻ എടുക്കുന്നത് ഉച്ചത്തേക്ക്. ഓൾമോസ്റ്റ് 150 ഉണ്ട്. 150 ആണെന്ന് ഉച്ചക്കത്തെ ആവശ്യം. ഓക്കെ, ഇത് കുക്ക് ചെയ്യാം. എയർ ഫ്രയറിലേക്ക് വെച്ചാണ്. പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് 16 മിനിറ്റ് ആയിക്കോട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഞാൻ അടുത്ത പരിപാടി ഉണ്ട്. യെസ്, ഇതാണ് മീൽ 2. 5 എഗ് വൈറ്റും പിന്നെ ഒരു ഹോൾ എഗ് കൊണ്ട് പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് ആ എയർ ഫ്രൈ ചെയ്യുമ്പോൾ ആ തടിപ്പും ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഒക്കെ ആകെ അങ്ങനെ ചുരുണ്ട് വരും. പിന്നെന്താ പറയുന്നത് വെച്ചാൽ, കാണുമ്പോൾ ഇത്ര ഉണ്ടെങ്കിൽ ആകെ വളരെ കുറച്ചുള്ളൂ. ഇത് മിഡ് മോർണിംഗ് ആണെന്ന് വെച്ചാൽ മീൽ 2 ആണ്. ലഞ്ചിന് മുന്നേ ഉള്ള മീലാണിത്. സോ ഓക്കെ, ഇതാണ് മീൽ 2. ഇറ്റ്സ് ടൈം ഫോർ മീൽ 3. അപ്പോൾ മീൽ 3ന് ടൈം ആയിട്ടുണ്ട്. മീൽ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പ്രോപ്പർ ലഞ്ചാണിത്. ലഞ്ചിൽ എന്താ കഴിക്കുന്നത് വെച്ചാൽ ഈ സെയിം 150 ഗ്രാം ചിക്കനും എയർ ഫ്രൈഡും പിന്നെ ഒരു ഹോൾ എഗ് ബോയിൽഡ്,
വേറെ ഓയിലൊന്നും യൂസ് ചെയ്യണം. ബോയിൽ ചെയ്തിട്ടുള്ള ഒരു ഹോൾ എഗ്ഗും പിന്നെ കുറച്ച് വെജീസും. പയറാണ് എടുക്കുന്നത്. പയർ മുറിക്കണം. ഇനി പയർ മുറിക്കലാണ്. പയറെടുക്കുകയാണ്. കുറച്ചും കൂടി മുറിക്കാം. മീൽ 3 150 ചിക്കനും 50-60 പയറും ഒരു ഹോളിക്കും. യെസ് ഇറ്റ്സ് ടൈം ഫോർ വർക്കൗട്ട്. ഇന്ന് ലെഗ് ഡേ ആണ്. അപ്പോൾ പ്രീ വർക്കൗട്ട് എന്തൊക്കെയാണ്? പ്രീ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ലഞ്ചിന് ശേഷമുള്ള മീൽ നമ്പർ 1 2 3 4. മീൽ നമ്പർ 4 ആണ് ഇന്നത്തെ ദിവസത്തെ. 7 എഗ്സ് പിന്നെ കുറച്ച് പിസ്തയിലൊക്കെ വളരെ കുറച്ച് ഫാറ്റേ ഉള്ളൂ. പിന്നെ കുറച്ച് ആൽമണ്ടും കാഷ്യൂ ആണെങ്കിൽ കുറച്ച് വളരെ വളരെ കുറവ്, കാരണം അതിൽ ഫാറ്റ് ഉണ്ട്. ഓവർ ഡോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്ന് ലെഗ് ഡേ ആണ്. ഇതിന് മുന്നേ ഉള്ള പ്രീ വർക്കൗട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സെവൻ എഗ്സ് എപ്പോഴും മുറിച്ച് ഇത്തവണ കറക്റ്റായിട്ട് മുറിച്ച് വന്നില്ല. 7 എഗ് വൈറ്റും ഒരു ഹോൾ എഗ്ഗും ഉണ്ട്. 3 4 6 കുറച്ച് പിസ്തയിൽ വലിയ അധികം 0.2% ഫാറ്റ് എന്തോ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതാണ് എൻ്റെ പ്രീ വർക്കൗട്ട് കഴിച്ചിട്ട്. പിന്നെ ഇത് പ്രീ വർക്കൗട്ട് എടുത്തിട്ട് പ്രീ വർക്കൗട്ട് ജസ്റ്റ് ഒരു മീലും പിന്നെ പ്രീ വർക്കൗട്ടും റാത്തക്സിൻ്റെ പ്രീ വർക്കൗട്ട് കുറച്ച്, കാരണം ലെഗ് ഡേന് മാത്രം ഞാൻ എടുക്കലുണ്ട് കുറച്ച് പുഷ് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസ്റ്റ് ടൈം ആയിട്ടില്ല, കാരണം കോമ്പറ്റീഷനോട് അടുപ്പിച്ച് റെസ്റ്റ് പോലെ എടുക്കണം. എന്ന് വെച്ചാൽ ലൈറ്റായിട്ട് ഭയങ്കര ഒരു ലൈറ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇത് കഴിച്ചിട്ട് അടുത്ത മീല്. യെസ് ഇറ്റ്സ് വർക്കൗട്ട് ടൈം. എൻ്റെ ലെഗ് ഡേ ആണ്. പോയി കളിച്ചിട്ട് വരാം. ഓക്കെ. യെസ് അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 10 മണീൻ്റെ അടുത്തായി. 9:45 10 മണിയായി. ലെഗ് ഡേ ആയിരുന്നു. ലെഗ് ഡേ കഴിഞ്ഞ് സ്ട്രെച്ചിങ് കഴിഞ്ഞ് പോസിങ് കഴിഞ്ഞ് വരികയാണ്. സോ ഇറ്റ്സ് ടൈം ഫോർ ലാസ്റ്റ് മീൽ, ഡിന്നറിൻ്റെ ലാസ്റ്റ് മീലാണ്. അപ്പോൾ ഡിന്നർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ രാത്രിത്തെ. ഓക്കെ. 150 ഗ്രാം ആണുള്ളത്. ഇത്ര ഉണ്ടാവുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ രാത്രിത്തേക്ക്. ഓക്കെ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. കാരണം ഞാൻ എന്തൊക്കെ കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിചാരിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കുന്നത്, കാരണം ഇത് കട്ടിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഒരു നേരം കഴിക്കുമ്പോൾ നോർമലി ഒരു ദിവസം ഒരു നേരം കഴിക്കുന്ന ഫുഡിൻ്റെ കാലറിയെ തന്നെ വരുന്നുള്ളൂ. ഞാൻ ഒരു ദിവസം മൊത്തം കഴിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് കഴിക്കുന്നുള്ളൂ. അത് സ്പ്ലിറ്റാക്കി ഇങ്ങനെ കഴിക്കുകയാണ്, കാരണം വിശന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ അധികം ഫുഡ് കാരണം കട്ടിങ്ങിൻ്റെ ടൈമാണ്. കോമ്പറ്റീഷൻ അടുക്കുമ്പോൾ അധികം കഴിക്കാനും പറ്റില്ല, കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറേയൊക്കെ നുള്ളിപ്പറക്കി ചിലത് കഴിക്കാൻ പറ്റില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കാലിക്കറ്റിൻ്റെ കേരളൻ്റെ പ്രെപ്പ് വീഡിയോ കാണിക്കാതെ വെച്ചു. സോ അടുത്ത ഇനിയും ഒരു വ്ളോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതും ഉണ്ടാവും. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.